എല്ലാവർക്കും ആനു ആൻഡ് ഗീതു സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടനും ഒന്ന് വെക്കേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജീരകക്കോഴിയാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല ജീരകം 50 ഗ്രാം, പച്ചമല്ലി 50 ഗ്രാം, 500 ചുവന്നുള്ളി. ഇത് തൊലി കളഞ്ഞ് കഴുകി വെച്ചതാണ്. നേരത്തെ എടുത്തു വെച്ച നല്ല ജീരകവും മല്ലിയും മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്തത്. 2 സ്പൂൺ കുരുമുളകും പൊടി. ഇനി ചിക്കൻ. ഇത് വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയാണ്. ഇത് ഏകദേശം 1 കിലോയുടെ അടുത്തുണ്ട്. ഇത് ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുക. സാധാ മൺകലത്തിൽ വിറകടുപ്പിലാണ് ഇത് പാചകം ചെയ്യുന്നത്. ഇനി മുറിച്ചു വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം കഴുകി വെച്ച ചുവന്നുള്ളി ഇടാം. ഇനി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഞാൻ 3/4 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് ഇത് പാകമാവാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇതില് വെള്ളം ഇതിന് സമമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് കുക്കറിലാണ് വേവിക്കുകയെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഒരു 5 വിസിലടിച്ചിട്ട് കുക്കർ ഓഫാക്കി വെക്കുക. ആവി പോയതിനു ശേഷം തുറക്കാം. ഇതാ കണ്ടില്ലേ, വിറകടുപ്പിൽ വെക്കുമ്പോൾ ഇങ്ങനെ വേണം വെള്ളം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. നമ്മള് ചുവന്നുള്ളി വറവിട്ടതിന് ശേഷമാണ് കഴിക്കുക. അതിനായി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതാണ് ഇത്. വെളിച്ചെണ്ണയിൽ വറവിടുന്നേക്കാൾ നല്ല നാടൻ പശു നെയ്യാൽ പക്ഷേ നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം ആവശ്യമുള്ളത്ര ചിക്കൻ വേവിച്ചത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കാൽ ഭാഗം ഇതിലേക്ക് ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് വറവിട്ട് എടുക്കുന്നതാണ്.